ഇപ്പോൾ രാഹുലിന് മാങ്കൂട്ടത്തിനെതിരെ വരുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിർബന്ധിത ഗർഭചിത്രം നടത്തി എന്ന സാധനമാണ്. അത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. ഇന്നലെ മാധ്യമങ്ങളിൽ കണ്ട വാർത്ത നേരെ തിരിച്ചായിരുന്നു. ഇന്നാണ് മാറിയത്. നിർബന്ധിത ഗർഭധാരണം നടത്തിയെന്ന് പിന്നെ പറഞ്ഞു നിർബന്ധിത ഗർഭചിത്രം നടത്തി. ഇതിനുമായി തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് വാട്സാപ്പ് ചാറ്റുകൾ അടക്കം പുറത്തു. എന്താ തെളിവ്? ഞാൻ ഇതുവരെ ഉള്ള ചോദിക്കാം. അങ്ങ് എല്ലാ മാധ്യമങ്ങളും ശ്രദ്ധിച്ചല്ലോ. നമുക്കൊരു കുഞ്ഞു വേണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വാട്സപ്പ് ചാറ്റ് ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ച് കാണും. അപ്പോൾ അവർ മറുപടി നൽകുന്നുണ്ട്, നമുക്ക് വേണ്ട എന്നുള്ള കാര്യം. ആ പെൺകുട്ടിക്ക് കുഞ്ഞ് വേണ്ടെന്നാണ് പറയുന്നത്. അപ്പം കുഞ്ഞ് ആരുടെ ആഗ്രഹമാണ്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആഗ്രഹമാണ്. ഒരു ആണ് പെണ്ണിനോട് കുഞ്ഞ് വേണമെന്ന് പറയുന്നത് ലൈംഗികത വേണമെന്ന് ഉദ്ദേശിച്ചാണോ? ലൈംഗികതയിലൂടെ അല്ലേ ഈ കുട്ടി ഉണ്ടാവുന്നത്? അതെ, പക്ഷേ ലൈംഗികത വേണമെന്ന് ഉദ്ദേശിച്ചാണോ? എന്നാൽ 1 നൈറ്റ് സ്റ്റാൻഡ് ചോദിച്ചാൽ പോരെ? രാഹുൽ മാങ്കൂട്ടത്തിൽ നീ പെൺകുട്ടിയെ ശരിക്കും ഇഷ്ടമായിരുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആണുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, പുരുഷന്മാർക്ക്. നമ്മളൊരു സ്ത്രീയോട് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞാൽ ആ സ്ത്രീയോട് ലൈംഗികത വേണമെന്നല്ല, പകരം കുടുംബം വേണം, കുട്ടി വേണം, ലോങ് ടേം ബന്ധം വേണമെന്നാണ്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിക്ക് അതിന് താല്പര്യമില്ലായിരുന്നു, പകരം രാഹുൽ മാങ്കൂട്ടത്തിനായിരുന്നു താല്പര്യം. പിന്നീട് ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കുട്ടിയോട് നമുക്കിനി ഈ കുട്ടി വേണ്ട എന്ന് പറയുകയുണ്ടായി. ഈ പെൺകുട്ടി എങ്ങനെ കല്യാണം കഴിക്കാൻ കഴിയും? കാര്യം ഓൾറെഡി മറ്റൊരാളുടെ ഭാര്യയല്ലേ.